ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ. ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്നലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഇനി ഞാൻ 3-ലോട്ടാണ് ഫ്രണ്ട്സ്. ഇന്നലെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനെ എല്ലാം വിട്ട് പോവാൻ. ഇനി നമുക്ക് സ്കൂളിൽ പോകണ്ട, എക്സാമിന് മാത്രം പോയാൽ മതി ഫ്രണ്ട്സ്. എക്സാം കഴിഞ്ഞ് ഇനി 2 മാസം അവധിയാണ് ഫ്രണ്ട്സ്. അവധി ഇട്ടു. അപ്പം ഇന്ന് ഞാൻ വീഡിയോ ഇന്ന് നമുക്കൊരു വാട്ടൈറ്റിൻ്റെ ഡേ എടുത്താലോ. ഞാൻ ഇന്ന് എന്തൊക്കെ കഴിക്കുമെന്ന് നിങ്ങൾക്ക് കാണാമായിരിക്കും അല്ലേ? അതൊന്ന് നമുക്ക് നേരിട്ട്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ചില ദിവസം എനിക്ക് കോഫി കുടിക്കണം തോന്നുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരുമ്പോൾ കുടിക്കും. ഫുള്ളൊന്നും അത്ര കുടിക്കത്തില്ല. ഇന്നൊരു നല്ല ഡേ കൊണ്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിന്ന് ഈ കോഫി കുടിച്ച് നമ്മളുടെ ഇന്നത്തെ ഡേ അങ്ങോട്ട് തുടങ്ങാം. അനിയൻ പിന്നെ ചായ, കോഫി, പാല് എല്ലാം കുടിക്കും. രാവിലെ എഴുന്നേച്ചുടനെ അവൻ ചായ എന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. അവന് ചായ കൊടുത്തില്ലെങ്കിൽ നമ്മളെ കൊല്ലും ഫ്രണ്ട്സ്. അതുപോലെ അവൻ അപ്പം ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇതെൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതാണ് ഞാൻ ഇന്നലെ കഴിച്ചത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അമ്മയുടെ പുതിയ കണ്ടുപിടുത്താണ്. ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കഴിക്കുന്നത്. ഇതിൽ ചിക്കൻ, പിന്നെ ചീസ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ സോസ്, പിന്നെ ഒരു ചപ്പാത്തി വെച്ച് റോൾ ചെയ്താൽ മതി. നമ്മുടെ സാധനം റെഡിയാവും. ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണമെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് വാ.
ഫ്രണ്ട്സ്, ഞാനിങ്ങനെ കുളിച്ചു. ഇപ്പൊ സമയം ഒരു 12:30 കാണും. എനിക്ക് ചെറിയൊരു വിശപ്പ് വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചില ദിവസമൊക്കെ എനിക്ക് കുളിച്ചു കഴിയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്ക് നല്ല വിശപ്പ് വരും ഫ്രണ്ട്സ്. അപ്പം ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കും. ഞാൻ ഇന്ന് എടുത്തേക്കുന്ന പൈനാപ്പിളാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് പൈനാപ്പിൾ. പൈനാപ്പിളിന് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഞാൻ അമ്മയോട് പറഞ്ഞു പൈനാപ്പിൾ തരാൻ. അമ്മ കട്ട് ചെയ്തു തന്നു. കഴിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. നിങ്ങൾ ഇങ്ങനെ പൈനാപ്പിളൊക്കെ കഴിക്കുക. പൈനാപ്പിൾ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. എല്ലാവരും പൈനാപ്പിൾ വെച്ച് കഴിക്കുക. ഫ്രണ്ട്സ്, എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഫ്രണ്ട്സ്, ഈ ഉച്ച സമയത്തൊക്കെ ഇങ്ങനത്തെ തണുത്ത ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്കൊരു റിഫ്രഷ് ആവും. നമ്മുടെ വയറൊക്കെ നല്ല തണുപ്പാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിൾ കഴിക്കുകയാണ്. നല്ല മധുരമുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ്. ജ്യൂസ് ഒക്കെ അടിച്ച് നമ്മൾ വല്ലപ്പോഴും കഴിച്ചാൽ മതി ഫ്രണ്ട്സ്. ഇതുപോലെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് നമുക്ക് നല്ലത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ചിലപ്പോൾ ജ്യൂസ് അടിച്ചൊക്കെ ആയിരിക്കും. ജ്യൂസ് അടിച്ച് കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് വേണം കഴിക്കാൻ. നിങ്ങൾ ഇനി കൂടുതൽ കട്ട് ചെയ്ത് കഴിക്കുക ഫ്രണ്ട്സ്. ഇതൊക്കെ ബൈറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു രസം കാണും. ആ രസം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണം കഴിക്കാൻ. ഇതിൻ്റെ ഒരു ജ്യൂസി ടേസ്റ്റ്, ഇതിൻ്റെ റിയൽ ടേസ്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണം കുടിക്കേണ്ടത്. കഴിക്കേണ്ടത് ജ്യൂസ് അടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്താ കുറച്ച് മധുരം ഇടുമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ഇങ്ങനെ കഴിച്ചാൽ നമ്മളുടെ ശരിക്കും ടേസ്റ്റ് അറിയാൻ പറ്റും. ഇങ്ങനെ നിന്ന് കഴിക്കാം ഫ്രണ്ട്സ്. ഞാനിന്ന് കഴിക്കാൻ പോവുകയാണ്. അയ്യോന് ഈ പൈനാപ്പിളൊക്കെ ഒന്നും അത്ര ഇഷ്ടമല്ല. അവന് ഇഷ്ടം ഓറഞ്ചാണ്. അവന് ഓറഞ്ച് എടുത്തോണ്ട് പോയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ലഞ്ച് എത്തിയിരിക്കുകയാണ്. ഞാൻ അമ്മയോട് ഇന്ന് രാവിലെ പ്രത്യേകം പറഞ്ഞാണ് ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രമേ ഉണ്ടാക്കാവൂന്ന്. അങ്ങനെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയേക്കാണ് ഫ്രണ്ട്സ്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ലഞ്ചിന് ഒരു ദിവസം കൊണ്ടുപോയപ്പോൾ ഞാൻ അമ്മയോട് വീണ്ടും വീണ്ടും പറയുന്നു, അമ്മേ കൂടുതൽ വെക്കണേ, അങ്ങനെ പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഫ്രണ്ട്സ്. എന്താ ഇത് മിനി റൈസാണ് ഫ്രണ്ട്സ്. ഈ റൈസിൻ്റെ പേര് ജീരകശാല റൈസ് എന്നാണ്. ഇതെന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സൂപ്പർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഞാൻ ഇത് ആസ്വദിച്ചൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ആസ്വദിച്ച് ഫ്രണ്ട്സ്. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ആയി കാണും. എനിക്ക് ഒരു വിശപ്പിൻ്റെ അസുഖമുണ്ട് ഫ്രണ്ട്സ്. അതുകൊണ്ട് എനിക്ക് 1 മണിക്കൂർ തികയാതെ ഞാൻ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാനൊന്ന് പിടിച്ചിരുന്ന് ഇത്രയും നേരം ഞാനിപ്പം മടക്ക് കഴിക്കുകയാണ് ഫ്രണ്ട്സ്. അയാന് പല്ലില്ലാത്തതുകൊണ്ട് അവൻ മറ്റേ ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് കഴിക്കുന്നത്.
അതിനിടയ്ക്ക് ഇവൻ ഭയങ്കര ഭയങ്കര കരച്ചില്. ഇവനെന്താ കഴിച്ചില്ലേ ഞാൻ മടക്ക് കഴിച്ചില്ലേ, അത് അവന് വേണോന്ന് പറഞ്ഞ് ഭയങ്കര കഴിച്ചു. ഞാൻ എടുത്ത് കൊടുത്തു. പിന്നെ ഞാൻ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്മ ഉറങ്ങുമായിരുന്നു. ടി വി എല്ലാം നിർത്തിയിട്ട് ഇവിടെ സമയം ഇപ്പോൾ ഒരു 8 മണിയായി കാണും. ഞാൻ ശരിക്കും ടൊമാറ്റോ റൈസ് കഴിക്കാനാണ് ഇരുന്നത്. പക്ഷേ പച്ചക്കറി ഞങ്ങൾ വന്നപ്പം എന്താ ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഴുത്ത മാങ്ങ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഫ്രണ്ട്സ് മാങ്ങ വാങ്ങിക്കാൻ നിർബന്ധിച്ച് വാങ്ങിച്ചു. ഇനി ഞാൻ പറഞ്ഞു അപ്പം ഇനി തന്നെ കട്ട് ചെയ്ത് തരണമെന്ന്. കട്ട് ചെയ്ത് തന്നു. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരം ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ ഇനി ഫൈനലായിട്ട് ഡിന്നർ കഴിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. ഉച്ചത്തെ കൂട്ട് ഞാൻ ഇത് തന്നെയാണ് കഴിക്കുന്നത്, ടൊമാറ്റോ റൈസ്. ഞാൻ ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലാണ് കഴിക്കുന്നെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ വൈകിട്ടും കഴിക്കുന്നത്. എനിക്ക് ടൊമാറ്റോ റൈസ് ഇഷ്ടമായതുകൊണ്ട് ഇത്രയൊക്കെ അമ്മ തരുന്നത്. അല്ലെങ്കിൽ ഒരു പൊടിയേ എടുക്കത്തുള്ളൂ ഫ്രണ്ട്സ്. ഞാൻ നന്നായിട്ട് കഴിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? എനിക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ ഞാൻ കഴിക്കും, ഇഷ്ടമല്ലാത്ത സാധനമാണെങ്കിൽ ഞാൻ അത് നോക്കാം. എനിക്ക് ചെറിയൊരു പണി കിട്ടി. അമ്മ പറഞ്ഞാണ് രാത്രി മാങ്ങ കഴിക്കില്ലേ. എൻ്റെ ഒരു കൊതി കൊണ്ടങ്ങ് കഴിച്ചു പോയി. എനിക്കൊന്ന് ഉറങ്ങിയാലൊന്നും ശരിയാകും. ഞാൻ ഇങ്ങനെ കുരിഞ്ഞാണ് നടക്കുന്നത്. ഈ ബെഡിലോട്ട് കയറാൻ നേരത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പം ഇതേപോലെ തന്നെ എല്ലാവരും ഇനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ ചിരിപ്പിക്കാതെ